കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം CBI ഏറ്റെടുത്തു. ദിൽജിത്ത് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ദിൽജിത്ത്, വിശദാംശങ്ങൾ. കലാഭവൻ മണിയുടെ മരണം CBI ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായി വരുന്നത്. നേരത്തെ തന്നെ കേസ് അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് പല ആവർത്തി ഉത്തരവുകൾ ഉണ്ടായിരുന്നു എങ്കിലും കേസ് അന്വേഷണം CBI ഏറ്റെടുക്കാത്തതിനെതിരെ വലിയ വിമർശനമാണ് കോടതിയിൽ നിന്ന് പോലും ഉയർന്നത്. കലാഭവൻ മണിയുടെ കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരാഹാരം നടത്തുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസ് CBI ഏറ്റെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുതുതായി പുറത്തു വരുന്നത്. ദിൽജിത്ത് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ദിൽജിത്ത്, വിശദാംശങ്ങൾ. നടൻ കലാഭവൻ മണിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി മുമ്പ് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CBI ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള അറിയിപ്പുമായി ഇപ്പോൾ CBI കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഇൻസ്പെക്ടർ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തി നിലവിൽ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാലക്കുടി CBIയുടെ പക്കൽ നിന്നും അന്വേഷണ സംഘത്തിൽ നിന്നും കേസിന്റെ ഫയലുകൾ ഏറ്റെടുത്തു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. CBIയുടെ കൊച്ചി യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. കോടതി ഈ കേസ് കൈമാറുന്നത് സംബന്ധിച്ച് കോടതി ഉത്തരവും പോലീസിന് കൈമാറിയ ശേഷമാണ് ഇപ്പോൾ മണിയുടെ കഴിഞ്ഞ ഒരു വർഷമായി നടന്നിട്ടുള്ള അന്വേഷണത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ ഇപ്പോൾ CBI ഏറ്റെടുത്തിരിക്കുന്നത്. കൊച്ചി യൂണിറ്റിലെ CBI ഇൻസ്പെക്ടർ വിനോദിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഫയൽ ഏറ്റുവാങ്ങാനായി CBI സംഘം ചാലക്കുടി CI ഓഫീസിൽ എത്തിച്ചേർന്നത്. മുമ്പ് ചാലക്കുടി DVSPയുടെ മേൽനോട്ടത്തിൽ ചാലക്കുടി പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ക്രൈംബ്രാഞ്ച് SP ഉമ്മരാജയുടെ നേതൃത്വത്തിലുള്ള സംഘവും കേസിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നു. പിന്നീട് ഡിസ്ചാർജ് കേസിന്റെ ചുമതല ഏൽപ്പിച്ചതോടുകൂടിയാണ് ചാലക്കുടി DVSPക്കും CIക്കും കേസിന്റെ ചുമതല കൈമാറി വന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണിയുടെ ഔട്ട് ഹൗസ് ആയ പാടിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മണിയുടെ മരണം സംഭവിച്ചത്. ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിയുടെ ശരീരത്തിൽ ക്ലോർപൈറിഫോസ് അടക്കമുള്ള രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് മരണത്തിന്റെ ദുരൂഹത സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര ഫോറൻസിക് ലാബിൽ വരെ എത്തി. തുടർന്ന് ഇത്തരത്തിൽ റിപ്പോർട്ടുകളിലെല്ലാം തന്നെ വൈരുദ്ധ്യം വന്ന സാഹചര്യത്തിൽ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം CBI ഏറ്റെടുത്തിരിക്കുന്നു. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം CBI ഏറ്റെടുത്തു.